പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ പങ്കുവെക്കണം, ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, പരസ്പരം ക്ഷമിച്ചു കൊടുക്കുക, പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുക. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ഒരു സൈഡ് മാത്രമല്ല സ്നേഹം ഉണ്ടാകേണ്ടത്, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, പരസ്പരമായി വിട്ടുവീഴ്ച ചെയ്യുക. സഹോദരങ്ങളെ, ഇന്ന് നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാണ് കുടുംബജീവിതം താറുമാറായി കൊണ്ടിരിക്കുക. ഭർത്താവിന് വിളമ്പി വെച്ചു കൊടുത്തിരിക്കുന്ന ഭക്ഷണത്തിലോ പാനീയത്തിലോ അല്പം മധുരമോ അല്ലെങ്കിൽ ഉപ്പോ ഒന്ന് കുറഞ്ഞോ കൂടിയോ പോയാൽ അതിന്റെ പേരിൽ തന്നെ സഹോദരങ്ങളെ നാളുകൾ മാസങ്ങളോളം ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയുകയാണ് ഭർത്താവ്. വീട്ടിലൊരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു ചെല്ല്. ഹബീബാ നബി തങ്ങൾ കുടുംബ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം? ഹബീബാ നബി തങ്ങൾക്ക് 1, 2, 3 ഭാര്യമാരല്ലായിരുന്നല്ലോ, 11 ഭാര്യമാരെ ഒരേ രീതിയിൽ. സഹോദരങ്ങളെ, ഒരേ സമയത്ത് തന്നെ 9 ഭാര്യമാരെയും ഒരേ സമയത്ത് ഒരേ രീതിയിൽ ഒരേ ചുവടിലൂടെ തന്നെ ഒരേ വഴിയിലൂടെ തന്നെ നയിച്ചു കൊണ്ടുപോയ പ്രവാചകരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ ആരെയും പറ്റി പരാതി പറഞ്ഞിട്ടില്ല. ഒരു ഭാര്യയും മറ്റൊരു ഭാര്യയെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. ഒരു ഭർത്താവും മറ്റൊരു ഭർത്താവിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. ഒരു ഭാര്യയും ഹബീബാ നബി തങ്ങളുടെ അടുക്കൽ വന്ന് മറ്റു ഭാര്യയെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല, ആക്ഷേപം പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അത്രത്തോളം മമതയിലും സ്നേഹത്തിലും അനുരാഗത്തിലും അനുകമ്പയിലും കൊണ്ടുപോയ കുടുംബജീവിതമായിരുന്നു, കുടുംബജീവിത പശ്ചാത്തലമായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പശ്ചാത്തലം.